8ാം ക്ലാസ് കേരള പാഠാവലി ഒന്നിൽ നാം എന്ന 3ാമത്തെ യൂണിറ്റിലെ ആശയങ്ങൾ മനസ്സിലാക്കാം. യൂണിറ്റിൻ്റെ ആദ്യം തന്നിരിക്കുന്ന പ്രവേശകം നാരായണൻ്റെ കൊച്ചേരത്തി എന്ന നോവലിലേതാണ്. കേരളത്തിലെ ആദിവാസി വിഭാഗമായ മലയരയന്മാരുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച നോവലാണ് കൊച്ചേരത്തി. നോവൽ ഭാഗത്തിൻ്റെ വായനയിലേക്ക് കടക്കാം. എൻ്റെ പൂർവികർ നിർഭാഗ്യവാന്മാരായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്നും അധ്വാനികളാണ്. മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ്. 100% മലയുടെ മക്കൾ, മലയുടെ അരജന്മാർ. ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ്. പരിഷ്കാരം അങ്ങനെയാണല്ലോ. മലയോരത്ത് വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്നവന് സുന്ദരമായ ഉടയാടകളില്ലായിരിക്കാം, മനമയക്കുന്ന ചതി നിറഞ്ഞ വാചകശൈലി ഇല്ലായിരിക്കാം. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ജീവിത സമ്പ്രദായങ്ങളുണ്ട്. ഇവിടെ നോവലിസ്റ്റ് വളരെ കുറച്ചു വരികളിലൂടെ വലിയൊരു ജീവിത പാഠം പകർന്നു വയ്ക്കുകയാണ്. പുറമോടികളാണോ ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണ്ണയിക്കുന്നത് എന്ന ചോദ്യം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പുറമോടികൾ എന്നാൽ പുറമേ കാണുന്ന ഭംഗികൾ അല്ലേ? അതുകൊണ്ടൊന്നും കാര്യമില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയും പോലെയാണത്. ചുറ്റുപാടുള്ള എല്ലാറ്റിനെയും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും സഹാനുഭൂതിയോടെയും എല്ലാം നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. വിദ്യാഭ്യാസം നേടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് നല്ലത് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. കാട്ടിനുള്ളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എത്രയോ അറിവുകളുണ്ട്. അവരും പരിഷ്കൃത സമൂഹം തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർ അവരെ അപരിഷ്കൃതരെന്ന് വിളിക്കുന്നുവെന്ന് മാത്രം. ഭംഗിയുള്ള വസ്ത്രങ്ങൾ, അധ്വാനഭാരം കുറയ്ക്കുന്ന സൗകര്യങ്ങൾ, മറ്റുള്ളവരുടെ മനസ്സിനെ വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞു പറ്റിക്കുന്ന വാചകശൈലി എന്നിവ കൊണ്ടൊന്നും ആരെയും പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ അധ്വാനമാണ് അവനെ മഹത്വവൽക്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറമോടികളല്ല പരിഷ്കൃത സമൂഹത്തെ നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും. കാവ്യഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നൽകിയിരിക്കുന്ന വരികളുടെ ആശയം നോക്കാം. സുഖസൗഭാഗ്യങ്ങളുടെ വേരുകളിൽ അധ്വാനിച്ചവരുടെ വിയർപ്പുണ്ട്. അത് ഓർമ്മ വേണം, ഇല്ലെങ്കിൽ വേരുകൾ ചോദ്യങ്ങളാകും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളുടെ എല്ലാം പിറകിൽ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പുണ്ട്. അത് മറക്കാതെ നാം ജീവിക്കണം. പാരമ്പര്യം പകർന്നു തന്ന സൗകര്യങ്ങളെ നാം ഉൾക്കൊള്ളണം. അതിലെ നന്മകളെ നാം തിരിച്ചറിയണം. അല്ലെങ്കിൽ ആ പാരമ്പര്യം നമ്മെ ചോദ്യം ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. വേരുകൾ എന്നർത്ഥമാക്കുന്നത് പാരമ്പര്യത്തെയാണ്. അടുത്തതായി കാവ്യഭാഗത്തേക്ക് പ്രവേശിക്കാം. കടമ്മനിട്ട രാമകൃഷ്ണൻ രചിച്ച ശക്തമായ കവിതയാണ് കുറത്തി. അതിലൊരു ഭാഗമാണ് നിങ്ങളോർക്കുക എന്നത്. മേലാളവർഗമെന്ന് സ്വയം അഹങ്കരിച്ചിരുന്നവരുടെ സുഖസൗകര്യങ്ങൾക്കായി ജീവിതം ചുട്ടുചാമ്പലാക്കേണ്ടി വന്ന അധകൃത വർഗത്തിൻ്റെ ദുഃഖവും അമർഷവുമാണ് ഈ കവിതയിലുടനീളം പ്രകടമാവുന്നത്. നിങ്ങളോർക്കുക എന്ന കവിതയിലൂടെ കുറത്തി സമൂഹത്തിൻ്റെ അധികാര മേധാവിത്വത്തെ ശക്തമായി ചോദ്യം ചെയ്യുന്നു. കവിതയിലൂടെ കുറത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ? നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ? നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ? നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കാട്ടുവള്ളിക്കിഴങ്ങുമാന്തി ചുട്ടു തന്നില്ലേ ഞങ്ങൾ? കാട്ടുചോലത്തെളിനീര് പകർന്നു തന്നില്ലേ? പിന്നെ പൂത്ത മാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ? ഞങ്ങൾ കാട്ടുപോത്ത് കരടി കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്തു കല്ലുകളോങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ? പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തുപോയില്ലേ? വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ? നിങ്ങളോർക്കുന്നോ? നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ? മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വെച്ചില്ലേ? മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്നു പാലു നിറച്ചു തന്നില്ലേ ഞങ്ങൾ?
മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ, പിന്നെ മലയൊരുക്കി ചെളി കലക്കി മുള വിതച്ച് പദമൊരുക്കി മൂട നിറയെ പൊലിച്ചു തന്നില്ലേ, കതിരിൻ കാള കെട്ടി കാട്ടുദൈവ കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ. ഞങ്ങൾ കന്നമെവിടെ, എവിടെ ഞങ്ങളുടെ കരിപുരണ്ടു മെലിഞ്ഞ പൈതങ്ങൾ? അവർക്ക് അന്നമെവിടെ, നാണമെവിടെ, അന്തി കൂടാൻ ചേക്കയെവിടെ? അന്തിവെട്ടത്തിരി കൊളുത്താൻ എണ്ണയെവിടെ? അന്തിവെട്ടത്തിരി കൊളുത്താൻ എണ്ണയെവിടെ?